മൂവാറ്റുപുഴയിൽ LDFന് റിസ്ക് ഫാക്ടർ ഒന്നുമില്ല എന്ന് ഇടതു സ്ഥാനാർത്ഥിയായി മണ്ഡലത്തിൽ നിർദ്ദേശിക്കപ്പെട്ട CPI ജില്ലാ സെക്രട്ടറി N. അരുൺ. മാത്യു കുഴൽനാടൻ MLA മൂവാറ്റുപുഴയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തതാണ് ഇടതു വിജയം സുനിശ്ചിതമാക്കുന്നത്. മുൻ ജില്ലാ സെക്രട്ടറി ദിനകരൻ അടക്കം മത്സരിക്കാൻ യോഗ്യനായിരുന്നുവെങ്കിലും പറവൂരിൽ പ്രതിപക്ഷ നേതാവിനെതിരെ സിറ്റിംഗ് MLA ഇറങ്ങണമെന്ന് സംസ്ഥാന നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. പറവൂരിലെ വിഭാഗീയത പരിഹരിച്ചെന്നും സ്ഥാനാർത്ഥിയായ ടൈസനെ എല്ലാവരും ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നും N. അരുൺ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. മൂവാറ്റുപുഴയിൽ ഇടത് സ്ഥാനാർത്ഥിയായി CPI നിർദ്ദേശിച്ചിരിക്കുന്നയാളാണ് N. അരുൺ. CPIയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി കൂടിയാണ്. മുൻപ് CPIയുടെ കയ്യിലിരുന്ന സീറ്റാണ് മൂവാറ്റുപുഴ. ഇപ്പോൾ മാത്യു കുഴൽനാടൻ MLA ആണ് അവിടെ ഉള്ളത്. എത്രത്തോളം ഉണ്ട് പ്രതീക്ഷകൾ? റിസ്ക് ഫാക്ടർ ഉണ്ടോ മൂവാറ്റുപുഴയിൽ താങ്കളെ സംബന്ധിച്ചിടത്തോളം? ആദ്യം തന്നെ സൂചിപ്പിക്കട്ടെ, ഔദ്യോഗികമായ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം വന്നിട്ടില്ല. പിന്നെ മൂവാറ്റുപുഴയെ സംബന്ധിച്ച് ചോദിക്കുമ്പോൾ മൂവാറ്റുപുഴയിൽ LDFന് യാതൊരു റിസ്ക്കും ഇല്ല. ഇപ്രാവശ്യം ഇടതുപക്ഷത്തിൻ്റെ വിജയം സുനിശ്ചിതമാക്കുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 5 വർഷക്കാലം അവിടെ MLA ആയി പ്രതിനിധാനം ചെയ്ത മാത്യു കുഴൽനാടൻ്റെ നിഷ്ക്രിയത്വം തന്നെയാണ്. മുൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. AYFൻ്റെയും ASFൻ്റെയൊക്കെ സംസ്ഥാന ചുമതല ഉണ്ടായിരുന്ന ആളാണ്. അതോടൊപ്പം മന്ത്രി K. രാജൻ്റെ ഭാര്യ സഹോദരൻ കൂടിയാണ്. K. രാജൻ ഒല്ലൂരിൽ മത്സരിക്കുന്നുണ്ട്, താങ്കൾ മൂവാറ്റുപുഴയിൽ മത്സരിക്കുന്നു. കുടുംബം എങ്ങനെയാണ്? K. രാജനെ കാണുന്നതിന് മുമ്പ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കൾ AYFലും SFലും ഒക്കെ സജീവമായി ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഞാൻ ബാലവേദിയായിരിക്കുമ്പോൾ എൻ്റെ സഹോദരി K. രാജൻ്റെ ഭാര്യ, എൻ്റെ സഹോദരി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയിരുന്നു AISFൻ്റെ. ആ സമയത്ത് ഞാൻ AISFൻ്റെ മൂവാറ്റുപുഴ മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. ഞങ്ങളുടെ കുടുംബം, അച്ഛൻ, അമ്മ എല്ലാവരും പൊതുരംഗത്തുള്ളവരാണ്, ജനപ്രതിനിധിയായിട്ട് ഇരുന്നവരാണ്. ഇത് പ്രത്യേകിച്ച് ആഹ്ലാദമോ പ്രത്യേകിച്ച് ആനന്ദമോ ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഇതിനു മുമ്പും ഞങ്ങളുടെ വീട്ടിൽ എല്ലാവരും തെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ടുള്ള ആളുകളാണ്. പാർട്ടി ജയിക്കുക എന്നുള്ള ചിന്തയാണ് പാർട്ടി അംഗങ്ങളായിട്ടുള്ള 2 പേർക്കുള്ളത്. പറവൂര് വലിയ തോതിലുള്ള വിഭാഗീയത അടുത്ത കാലത്ത് CPIയിൽ നിലനിൽക്കുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിലുള്ള സാധ്യതകളെ ബാധിക്കുമോ CPIയുടെ? പറവൂരിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പല വാർത്തകൾ വന്നിട്ടുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ പാർട്ടി നേതൃത്വം തന്നെ ഇടപെട്ട് പരിഹരിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ അവിടെ പറവൂർ പാർട്ടിയിൽ ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. KM ദിനകരൻ ഉൾപ്പെടെയുള്ളവർ MLA ആവാൻ അല്ലെങ്കിൽ അസംബ്ലിയിലേക്കൊക്കെ മത്സരിക്കാൻ യോഗ്യതയുള്ള ആളുകൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് പരാമർശിക്കുകയും അദ്ദേഹത്തിൻ്റെയൊക്കെ പേര് പരിഗണിക്കണമെന്നുള്ള അഭ്യർത്ഥനയൊക്കെ ഉള്ളവരാണ് നമ്മളൊക്കെ. പക്ഷേ പാർട്ടി സംസ്ഥാന കൗൺസിലാണ് തീരുമാനം എടുക്കുന്നത്, സംസ്ഥാന എക്സിക്യൂട്ടീവാണ് തീരുമാനം എടുക്കുന്നത്. സംസ്ഥാന എക്സിക്യൂട്ടീവിനെ സംബന്ധിച്ചിടത്തോളം സതീശനെ നേരിടാൻ ഒരു സിറ്റിംഗ് MLA വേണമെന്ന് തീരുമാനമെടുത്തതിനെ തുടർന്നാണ് ഇപ്പോൾ ടൈസൺ മാഷ് വന്നിട്ടുള്ളത്. പറവൂരിലെ സഖാക്കൾ, പാർട്ടി സഖാക്കൾ ഇരു കൈ നീട്ടി ഹർഷാരവത്തോടെ സഖാവ് ടൈസൺ മാഷെ സ്വീകരിക്കും. സതീശൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം എന്നുള്ള ഒരു റിസ്ക് ആയിരിക്കും അദ്ദേഹം ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കഴിഞ്ഞ 5 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും അദ്ദേഹം പറയുന്ന നുണകളുമാണ് ഞങ്ങളുടെ സാധ്യത. എന്തായാലും മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം N. അരുണിൻ്റെ കന്നി പോരാട്ടമാണ്. അരുൺ പോരാടാൻ തയ്യാറായി ഇറങ്ങിയിരിക്കുകയാണ്. എന്തായാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ അദ്ദേഹം മുന്നോട്ട് നീങ്ങുകയാണ്. ക്യാമറമാൻ ശരത് അമ്പാട്ടുകാവിനൊപ്പം S. രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.